ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ആമ്പൽ എങ്ങനെ നടുന്നെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 2-3 ആമ്പലിൻ്റെ തൈ ഉണ്ട്. അപ്പോൾ അതങ്ങ് ഒന്ന് നട്ട് നോക്കാം. 2 പാത്രം താഴെയുണ്ട്, പിന്നെ ഒരെണ്ണം മുകളിൽ വയ്ക്കാനാണ്. അപ്പോൾ അത് മുകളിൽ വയ്ക്കാം. ഇത് ഇപ്പോൾ 2 എണ്ണം നട്ടേക്കാം. നമുക്ക് ഈ ഒരെണ്ണം ഇതിനകത്ത് തന്നെ കിടക്കട്ടെ, അത് മുകളിൽ വയ്ക്കാനുള്ളതാണ്. അതായത് ട്യൂബർ പ്ലാന്റാണ്, ട്യൂബർ ബ്രൗണ്ട്. ഇത് ക്രോഞ്ചനോക്ക് എന്ന വെറൈറ്റിയും ഈ ഒരെണ്ണം നിമിത്മായി എന്നുള്ള വെറൈറ്റിയാണ്. ഇത് ട്യൂബറുണ്ട്, ഇവിടെ ട്യൂബർ ഉള്ളതാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. ഈ ഒരു പോട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ അതിലങ്ങനെ ആദ്യം അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ വലിയ പോട്ടുണ്ട് അതിലേക്ക് മാറ്റി ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മതി, നമ്മുടെ പോട്ട് ചെറുതാണ്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചെറിയ പാത്രമുള്ള ഇത്രയും എല്ലുപൊടിയും 2 ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് മണ്ണ്, ഞാൻ സാധാ മണ്ണാണ് കേട്ടോ. നമുക്കിപ്പോൾ മണ്ണൊന്നും കിട്ടാറില്ല. മറ്റേത് മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ പോയി എടുക്കുന്നത്. അപ്പോൾ ഇത് മണൽ പോലെ ഇരിക്കുന്ന ഒരിതാണ്, കട്ടിയില്ലാത്ത വെള്ള മണ്ണാണ്. അതിലിപ്പം കുറച്ച് കല്ലൊക്കെ കിടപ്പുണ്ട്, എടുക്കണം. അത് ചെറിയ കല്ലും കൂടെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ 3/4 ഭാഗം വരെ നമുക്ക് ഈ മണ്ണ് ഇട്ട് കൊടുക്കാം. കല്ലുണ്ട്, ഇതിലും ഉണ്ട് കേട്ടോ, കല്ലുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് 3/4 ഭാഗത്തോളം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇത് തന്നെയും താഴെ പോയി ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അതാണ് ഈ കല്ലും കൂടെയൊക്കെ കൂടുതലായിട്ട് കിടക്കുന്നത്. ചുവന്ന മണ്ണല്ല, മറ്റേത് ചുവന്ന മണ്ണിന് കുറച്ചുകൂടെ കൂടുതൽ ദൂരം നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വഴി എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാനിവിടെ ഈ ബക്കറ്റൊക്കെ കൊണ്ടുപോയാണ് എടുത്തുകൊണ്ടൊക്കെ വരുന്നത് മണ്ണ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അടിയിൽ തന്നെയാണ് ചാണകപ്പൊടിയും എല്ലാം കിടക്കുന്നത്. അത്രയും ഞാൻ മണ്ണിട്ടിട്ടുണ്ട്. കല്ലുണ്ട് കേട്ടോ. കല്ലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കല്ലൊന്നും ഇല്ലാതെ ചെയ്യണം കേട്ടോ. ഇതിപ്പം ഈ മണ്ണ് ഇപ്പം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ കല്ല്. എല്ലാം എടുത്ത് കഴിഞ്ഞു, കുഴപ്പമില്ല. എന്നിട്ട് നടുക്ക് ഒരു കുഴി കുഴിച്ചിട്ട് നമുക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം നിമിത്മായി ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ സ്ലിപ്പ് എടുത്ത് മാറ്റിയിട്ട് വേണം. ഇത് ഐഡിയ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഇതെല്ലാം ഇരിക്കുന്നത്, ഞാൻ സ്റ്റാൻഡ് വെച്ചില്ല, അതാണ്. അപ്പോൾ ഇത് നമുക്ക് ഐഡിയ മാറാതെ ഇവിടെ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഇത് നിമിത്മായിയാണ്. അപ്പോൾ കുറച്ച് ട്യൂബർ ഇതായിരിപ്പുണ്ട്, ഒരല്പം താഴ്ത്തിയാൽ മതി. നടുക്ക് വെച്ചിട്ട് ഇതിങ്ങനെ മണ്ണ് മൂടി കൊടുക്കുക. എന്നിട്ട് ലീഫുകളെല്ലാം എടുത്ത് നേരെയാക്കി വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തതും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുട്ടി ഇതാ വന്ന് നിൽക്കുകയാണ്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. കറങ്ങിക്കൊണ്ട് നടപ്പുണ്ട്. ഇതാ പോകുന്നു. വെയിൽ, നല്ല വെയിൽ. താഴെയും കുറച്ച് ഭാഗത്തൊക്കെ വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലുണ്ട്. ഇതും നമുക്ക്, ഇത് ക്രോഞ്ചനോക്കാണ്. അതിൻ്റെ സ്ലിപ്പ് കളയണ്ട, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് എഴുതി വയ്ക്കാനായിട്ട് പറ്റത്തില്ല. അതിലിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അതും ഇതുപോലെ സെൻറ്ററിൽ ഇതും ട്യൂബറുള്ള പ്ലാന്റ് തന്നെയാണ്. അതുകൊണ്ട് നേരിട്ട് നമുക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ വേറെ വലിയ പോട്ടിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലീഫുകളെല്ലാം നല്ലവണ്ണം തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിലും അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ ഇനി വേണ്ടി വരും. അങ്ങനെ വെള്ളം ഇങ്ങനെ താഴ്ന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നടുന്ന രീതി. അപ്പോൾ ഒന്നുകിൽ വലിയ പോട്ടിലേക്ക് വയ്ക്കാം നമുക്ക്. ഞാനിപ്പോൾ എനിക്ക് പോട്ടും ഇല്ല വലുതിൽ വയ്ക്കാനായിട്ട്, മുകളിൽ സ്ഥലം നോക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുതിൽ തന്നെ 2 എണ്ണം വെച്ചത്. ഒന്ന് മുകളിൽ ഒരു ചെടിച്ചട്ടി പോലെ ഉള്ളതിൽ വയ്ക്കാനായിട്ട് സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.
എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.